ദേ ഇതുപോലെ നല്ല ഇടിയിറച്ചി കഴിച്ച് നോക്കിയിട്ടുണ്ടാ? നല്ല ചൂട് പുട്ടും പോർക്കിൻ്റെ ചാപ്സുമാണ്. ഇത് എണ്ണയല്ല കേട്ടോ, പോർക്കിൻ്റെ തന്നെ നെയ്യാണ്. ഇതാ നോക്കി, അതാ അപ്പോ നല്ല താറാവ് കറി. താറാവ് കറിയുടെ ഒരു കളർ തന്നെ കണ്ട ഇങ്ങനത്തെ അപ്പാണ് കേട്ടോ. ഞാൻ അന്നും പറഞ്ഞില്ലേ, നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ മറ്റേ ഇങ്ങനെ ചുറ്റിക്കണ അപ്പല്ല, ഇങ്ങനത്തെ അപ്പാണ് കൂടുതലുള്ളത്, കട്ടിയുള്ള അപ്പം. കണ്ടോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിലാണ്, കുറേ കൊച്ചി സ്പെഷ്യൽ വിഭവങ്ങളാണ് കേട്ടോ. നന്ദൂസ് തട്ടുകട. കുറച്ച് പേർക്കെങ്കിലും പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരും. നമ്മൾ കുറച്ച് നാൾ മുമ്പേ ചെയ്തിരുന്നു. കുമ്പളങ്ങിയിൽ 10, 24, 25 ഐറ്റം അവിടെ ഉണ്ട് ആ തട്ടുകടയിൽ. അതായത് ചിക്കൻ, ബീഫ്, പോർക്ക്, കാട, അങ്ങനെ വേണ്ട സകല സാധനങ്ങളും ഉള്ളൊരു കട. അപ്പോൾ അന്ന് ഫെബിൻ അവിടുത്തെ ജോയിച്ചേട്ടൻ്റെ മോനാണ്. ഞാൻ അന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് ഫെബിൻ്റെ അടുത്ത് പറഞ്ഞു, ഫെബിൻ വണ്ടി ഓടിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താണ് ഒരു കട തുടങ്ങാത്തത്? അപ്പച്ചനും അമ്മച്ചും ഇങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ, നീ ആ മേഖലയിലേക്കല്ലേ വരേണ്ടതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ഫെബിൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു കട ഇട്ടു കേട്ടോ, ഇനി കൊച്ചിയിൽ വരുമ്പോൾ വരണം എന്ന് പറഞ്ഞു. ആ കടയാണ് ഈ കട. നന്ദൂസ് തട്ടുകട എന്ന് തന്നെയാണ് പേരിട്ടിട്ടുള്ളത്. അമ്മച്ചി എന്നെ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ആവശ്യത്തിന് വരുന്ന ആളുകൾക്ക് ചൂടാക്കി കൊടുക്കുകയാണ്. ചില്ലി പോർക്ക്, ഇത് താറാവാണ് കേട്ടോ. ഇതാണെങ്കിൽ പോർക്കിൻ്റെ ചാപ്സ്, ഇതാണെങ്കിൽ വറുത്തരച്ച കോഴിക്കറി, ഇത് ബീഫ് കുറുമ, ഇതാണെങ്കിൽ ബീഫ് വിന്താലു, ഇത് പോർക്കിൻ്റെ വിന്താലു ആണ് കേട്ടോ. നല്ല അലുവ കഷ്ണം പോലെ മുറിച്ച് വെച്ചിരിക്കണ കണ്ട. ഇത് പോർക്കിൻ്റെ ഫ്രൈ ആണ്, നല്ലോണം വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ ആണ്. ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം, ഇത് ചില്ലി ബീഫ് കണ്ട. ബീഫ് റോസ്റ്റും ഉണ്ട്. ഇതും ഒരു കൊച്ചി സ്പെഷ്യൽ ആയിട്ടാണ്, വറുത്തരച്ച കോട്ടിക്കറി. പൊറോട്ടയോടെ കഴിക്കാൻ നല്ല ബീഫ് കറിയും കിട്ടുവേ. ഫെബിൻ ഈ ഫീൽഡേ അല്ല അല്ലേ, ഡ്രൈവറായിരുന്നു. എങ്ങനെയാ ഇങ്ങനെ വരാന്നൊരു തീരുമാനം? അത് അന്ന് ചേച്ചി വീഡിയോ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് തന്നെ അങ്ങനെ നോക്കിയതാ. അപ്പൊ അമ്മ ഒരു വർഷമായിട്ട് എന്നോട് ചെയ്യാൻ പറയുന്നതാണ്. ഞാനപ്പോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി നോക്കി. അപ്പൊ ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, സെറ്റാണ്, ഉഷാറാണ്. ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ. അതെ അതെ, ഇവിടെ ഫസ്റ്റ് ഡേ വന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ്. ഡെയിലി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാരും ഇവിടെ ഉണ്ടല്ലേ. കാടയില്ലേ? ആ കാടയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, PDF ഉണ്ടാവും, കപ്പ ബിരിയാണി, പിന്നെ ചെമ്മീൻ കറി ഉണ്ടാവും, ഞണ്ട് റോസ്റ്റ് ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും, ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളെ ആ കടയിലുള്ള പോലെ തന്നെ ഇവിടെ 10-24 ഐറ്റം, അത്ര ഐറ്റം ഉണ്ടാവും. പിന്നെ കഴിക്കാനാണെങ്കിൽ പുട്ടുണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും, വെള്ളയപ്പം, ഇടിയപ്പം. അമ്മ തന്നെയാണ് വെക്കണേ. അതെ അതെ, അമ്മ തന്നെയാണ് എല്ലാം കുക്ക് ചെയ്യണം. അമ്മ തന്നെയാണ് എല്ലാത്തിന്റെയും ആള്. അതെ അതെ, ഞാൻ കഴിച്ചു നോക്കിയോണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. എത്ര മണിക്കാ ഇവിടെ തുറക്കണേ? ഞങ്ങൾ ഇവിടെ ഒരു 6-6:30 തുറക്കും. രാത്രി ഒരു 1 മണി വരെ ഉണ്ടാവും. ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ഇല്ല, തിങ്കൾ തൊട്ട് ശനി വരെ. കാര്യങ്ങൾ ഉഷാറായിട്ട് പോട്ടെ. അതെ അതെ. നല്ല ചൂട് പുട്ടും പോർക്കിന്റെ ചാപ്സുമാണ്. ഇത് എണ്ണയല്ല കേട്ടോ, പോർക്കിന്റെ തന്നെ നെയ്യാണ്. ഇതാ നോക്കി, നമുക്ക് പുട്ടിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാം. കറികളെല്ലാം ഇവർ വീട്ടിൽ നിന്ന് വെക്കും, അമ്മച്ചി അവിടെ വെക്കും. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് പുട്ടും ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നുണ്ടാക്കും. കണ്ട, ഇത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പീസൊക്കെ നോക്ക്, നല്ല അലുവ മുറിച്ച് വെച്ചതുപോലല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്കമാലി പ്രദേശത്തുള്ളവരെ സംബന്ധിച്ച് നമുക്കെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് പോർക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്കമാലിലല്ലല്ലോ, അതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ കിട്ടലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോർക്കിൻ്റെ വിഭവങ്ങൾ വെറൈറ്റി ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചോട്ടെ, അടിപൊളിയാണല്ലോ. അന്ന് വീഡിയോ ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി കുക്കാണ് രണ്ടാളും. സൂപ്പറായിട്ടുണ്ട്. പോർക്കിൻ്റെ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട് പോർക്ക്. ഇവിടെ തന്നെ 4-5 ഐറ്റം ഉണ്ട്, പക്ഷെ ഇങ്ങനെ പോർക്കിൽ ചാപ്സ് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇതാ, അപ്പോൾ ഇങ്ങനെ നല്ല പീസൊക്കെ. അന്ന് നമ്മൾ വന്നപ്പോൾ 3-4 ഐറ്റം ഇങ്ങനെ കാണിച്ചേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കടയിൽ ചെല്ലും, ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. കുറേ പേരും നല്ല കമൻറ്റൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ ഫെബിൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, ചേച്ചി ഭയങ്കര അഭിപ്രായമാണ്, വരുന്നവരൊക്കെ വീണ്ടും വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വന്നു വീഡിയോ കണ്ടേച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇതിപ്പം
അത് കുമ്പളങ്ങിയിലാണ്. ഫെബിൻ തുടങ്ങിയിരിക്കുന്നത് തോപ്പുംപടി കഴിഞ്ഞ് വരുമ്പോൾ ചുള്ളിക്കലാണ്. നന്ദൂസ് തട്ടുകട ചുള്ളിക്കൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും കേട്ടോ. ചെറിയൊരു പെട്ടി കടയാണ്. ഈ വണ്ടി ശരിക്കും ഫെബിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ആദ്യം കട തുടങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അത് പിന്നെ അവരൊരു കടമുറിയിലേക്ക് മാറിപ്പോയി വണ്ടി വീടിൻ്റെ അവിടെ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫെബിൻ തുടങ്ങിയപ്പോൾ ഫെബിൻ ആ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് വന്നു. പിന്നെ ഇവിടെ കുറച്ച് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അവിടുത്തെ കടയിൽ അത്രയ്ക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അവൻ ആ വണ്ടി കളയാതെ അതിന് നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് ബോർഡൊക്കെ എഴുതിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ സാധനമാണിത് ഈ ഇടിയിറച്ചി. കാരണം ഇതെങ്ങനെ എല്ലാ കടയിലും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളവിടെ നാട്ടിലേക്കൊക്കെ ഉണ്ട് കേട്ടോ, വീടുകളിലൊക്കെ, കടയിൽ കണ്ടിട്ടില്ല. ഇതാണ് സാധനം. ഇറച്ചി ഇങ്ങനെ ബീഫാണ്. ബീഫ് മീൻസ് ഇവിടെ പോത്താണല്ലോ കൂടുതലും. അപ്പം അത് ഇങ്ങനെ നല്ല മസാലയൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ട് ഭയങ്കര അടിപൊളി സ്വാദാണ്. കൊള്ളാം. ചുവന്ന മുളകൊക്കെ ഇടിച്ചിട്ടിട്ടാണ് ഇത് ഉലർത്തിയെടുക്കണത്. ഇത് ശരിക്കും അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കട്ടെ. ഞാൻ പിന്നെ എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഇത് മാത്രമേ മേടിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണക്ക ഇറച്ചി, കാരണം ഇന്നിപ്പോൾ ഫ്രിഡ്ജും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഫ്രിഡ്ജ് പോയിട്ട് കറണ്ട് പോലും ഇല്ലല്ലോ വീടുകളിലൊന്നും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉണക്ക ഇറച്ചി ഇതുപോലെ വീടുകളിൽ സൂക്ഷിച്ച് വെക്കും. വിറക് കത്തിക്കണ അടുപ്പിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മറ്റേ കൂട പോലെയുള്ള സാധനങ്ങളിലൊക്കെയാണ് ഉണക്കമീനും ഉണക്കിറച്ചിയൊക്കെ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ അമ്മിക്കല്ലയിൽ വെച്ച് നല്ല ബലത്തിലിടിക്കണം. കാരണം ഒരു കല്ലിൻ്റെ രൂപത്തിലായിട്ടുണ്ടോ അതിന് ബലം വെച്ചിട്ട് നല്ലപോലെ ഇടിച്ചെടുത്തിട്ട് അമ്മിക്കല്ലയിലൊക്കെ വെച്ച് ഇടിച്ചെടുത്തിട്ട് അതിനിങ്ങനെ കൈ കൊണ്ട് വലിച്ച് പിന്നെയും പീസാക്കും. ചതഞ്ഞ് വരണ സാധനത്തിന് ഇഞ്ചയൊക്കെ പോലെ ചതഞ്ഞിരിക്കും. എന്നിട്ട് ഇതുപോലെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് അത് ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കും. അതാണ് ഞാനൊക്കെ കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഫ്രഷ് മീറ്റ് തന്നെയാണ് ചെയ്യണത്. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ കിട്ടുന്നതായിരുന്നു ഉണക്ക ഇറച്ചി, ഇടിയിറച്ചി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഏതാണ്ട് ആ സ്വാദൊക്കെ സെയിമാണ്. അതൊക്കെ മനസ്സിൽ കൂടെ പോയി ഇപ്പോൾ. അതാ അപ്പോൾ നല്ല താറാവ് കറിയുടെ ഒരു കളർ തന്നെ കണ്ട ഇങ്ങനത്തെ അപ്പാണ് കേട്ടോ. ഞാൻ അന്നും പറഞ്ഞില്ലേ, നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ മറ്റേ ഇങ്ങനെ ചുറ്റിക്കണ അപ്പല്ല, ഇങ്ങനത്തെ അപ്പാണ് കൂടുതലുള്ളത്, കട്ടിയുള്ള അപ്പം. കണ്ടോ, ഒരു കഷ്ണം അപ്പം മുറിച്ച് നമുക്ക് ഈ താറാവിൻ്റെ ഗ്രേവിയിൽ അങ്ങോട്ട് കുളിപ്പിക്കാം. കണ്ട ഒന്നും പറയാനില്ല, അടിപൊളി. അന്നും ഞാൻ പറഞ്ഞിട്ടിരുന്നു ഇവിടുത്തെ ഭക്ഷണത്തിനൊന്നും നമുക്ക് ഭയങ്കര ചെറിയൊരു സൗകര്യത്തിലാണ് അന്ന് അവരത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ അതിനൊന്നും അവിടെ നിന്ന് കിട്ടുന്ന രുചി നമ്മൾ ഞെട്ടിപ്പോകും. അതന്നെ ഇപ്പോഴും സൂപ്പറാണ്. അന്ന് ഞങ്ങൾ വരുമ്പോൾ പക്ഷെ താറാവ് ഉണ്ടായിരുന്നില്ല. താറാവ് കഴിച്ചു നോക്കിയില്ല, എപ്പോഴാണ് കഴിച്ചു. അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫെബിൻ ഉണ്ടായിരുന്നില്ല. ഫെബിനെ ഞാൻ കണ്ടിട്ടില്ല. ഫെബിൻ അന്ന് ഊബർ ഓടിക്കുമോ അങ്ങനെ എന്തൊക്കെയോ ജോലിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തന്നെ വിളിച്ചു, ചേച്ചി ഞാനിങ്ങനെ വണ്ടി കേടായി വഴിയിൽ നിൽക്കുകയാണ്, എനിക്ക് വരാൻ പറ്റിയില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. അതിനൊക്കെ ഒരുപാട് മുമ്പ് ഫെബിൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു കട അപ്പച്ചൻ്റെ അമ്മച്ചേൻ്റെയും കടയുടെ വീഡിയോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഫെബിൻ മെസ്സേജിലൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. വന്നിങ്ങനെ വിഷമമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, ഫെബിനെ നീ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുക കസ്തൂരിമാൻ അതിൻ്റെ പൊക്കിൾക്കൊടിയിലുള്ള സുഗന്ധം തേടിയിട്ട് നാട് നീളെ ഓടുന്ന ഒരു കഥയുണ്ട്. അതുമാതിരിയാണ് നിൻ്റെ വീട്ടിൽ നിനക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു സാധനം ഉണ്ട്, വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും നടത്തണം, അതിൻ്റെ കൂടെ ഞങ്ങൾ ചേർന്നപ്പോൾ എന്തിനാണ് എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ വണ്ടി ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടണം, എന്തിനാണ് നമ്മുടെ സ്വന്തം കാര്യം നമ്മളെ കയ്യിലിരിക്കല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായി അന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല പറയുന്നത്. ഞാനങ്ങനെ പറഞ്ഞു. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സാധനമാണ്. അപ്പനും അമ്മയൊക്കെ അങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ പറ്റുന്ന മക്കൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ അവർക്കും നല്ലത്, സ്വന്തമായിട്ടൊരു വരുമാനമാവില്ലേ, വേറെ ഒരാളുടെ കീഴിൽ പണിയെടുക്കണ്ടല്ലോ എന്നുള്ളൊരു സാധനം വെച്ചിട്ട് ഞാൻ മിക്കവാറും പേരോട് പറയും. അതെന്നെ ഫെബിനോടും പറഞ്ഞു. കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫെബിൻ എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ തുടങ്ങുകയാണ്, ചേച്ചി വരണേ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വരാൻ ഇച്ചിരി വൈകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇനി എന്ന് കൊച്ചിയിൽ വന്നാലും ഫെബിൻ്റെ വീഡിയോ എടുത്തിട്ടേ ഞാൻ പോകുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങിയിൽ വന്ന് കഴിച്ച ആളുകൾ ഇതുവഴി പോകണമെങ്കിൽ അതാണെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ടും അറിയണവരെല്ലാവരും ഇവിടെ വരും. കാരണം ആ രുചി അങ്ങനെയാണ്. വന്ന ആളുകൾ ആരും കൊള്ളില്ല എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിക്കോ. ഞാൻ പറയുന്നതല്ലല്ലോ, നിങ്ങളും കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമാവുമെങ്കിൽ അങ്ങനെയല്ലേ വന്ന് കഴിച്ച് നോക്കിക്കോ. അപ്പോൾ ഇത് മാത്രമല്ല, കട്ടൻ ചായയും നല്ല ചുക്ക് കാപ്പിയും കിട്ടും. സൂപ്പർ ചുക്ക് കാപ്പി ഉണ്ടാവും. ചൂടോടുകൂടി ഞാൻ ഒരെണ്ണം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോൺ വെജിൻ്റെ സാധനങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേറെ എവിടെയും അന്വേഷിച്ച് പോകേണ്ടി വരില്ല. അതിപ്പോൾ മീനാവട്ടെ, ചിക്കനാവട്ടെ, ബീഫാവട്ടെ, പോർക്കാവട്ടെ, കാടയാവട്ടെ, താറാവാവട്ടെ,
എല്ലാം ഇവിടെ വന്നാൽ കിട്ടും. ഇതിൻ്റെയൊക്കെ പല 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 വെറൈറ്റികൾ കേട്ടോ. ബീഫിലൊക്കെ തന്നെ 4-5 ഐറ്റം ഉണ്ട്, പോർക്കിലുണ്ട്, ചിക്കനിലുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഒരു 4-5 ഐറ്റം വെച്ചിട്ട് 10, 25, 26 ഐറ്റം ദിവസവും ഇവിടെ കാണും. ഈ കറികൾ മാത്രം, അതല്ലാതെ അപ്പം, പുട്ട്, ദോശ, ഇടിയപ്പം അത് വേറെ. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ്, ഒരു കുഞ്ഞ് തട്ടുകടയ്ക്കകത്താണ് ഇതെല്ലാം കിട്ടണത്. ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ വന്ന് നോക്കൂ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദൂസ് തട്ടുകട ചുള്ളിക്കൽ അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടും. നന്ദൂസ് തട്ടുകട കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും തട്ടുകടയും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക. പുതിയ വിശേഷങ്ങളും രുചി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.